കണ്ണുകളെല്ലാം ഉറ്റുനോക്കുന്നത് ഡൽഹിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം കെ.സി. വേണുഗോപാലിൻ്റെ വീടാണ്. അവിടെ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഈ മത്സരത്തിൽ ഇപ്പോൾ 3 പേരും ഒരുപോലെ നിൽക്കുകയാണെങ്കിൽ 3 പേർക്കും ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയില്ല. ഹൈക്കമാൻഡ് എന്തായാലും ഒരു പേരിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ആരെങ്കിലും പിന്മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത് പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളാണ്, പാർട്ടിയിലെ വികാരം അറിയുന്നവരാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ ബാലു? ശ്രീജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ലോധി എസ്റ്റേറ്റിലെ 51 നമ്പർ വസതിക്ക് മുന്നിലാണ്. അതായത് കെ.സി. വേണുഗോപാലിൻ്റെ വസതിയാണ്. ഇവിടെ കാര്യമായ ഒരു നീക്കങ്ങളും ഒന്നുമില്ല. കാരണം തികച്ചും ശൂന്യമാണ് എന്ന് തന്നെ പറയാം. ഏതെങ്കിലും തരത്തിലുള്ള ആളോ ബഹളമോ ഒന്നും തന്നെ ഇല്ല. സാധാരണഗതിയിൽ കെ.സി. വേണുഗോപാൽ ഈ രാവിലെ അങ്ങനെ ഈ സന്ദർശകർക്കൊന്നും സന്ദർശന അനുമതി നൽകാറില്ല. ഒരു 10 മണിയോടുകൂടി മാത്രമാണ് ഈ വീട് കുറച്ചുകൂടി ഈ കെ.സി. വേണുഗോപാലിൻ്റെ ഔദ്യോഗിക വസതി അല്പം കൂടി ചലനാത്മകമാകുന്നത്. ശ്രീജ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഈ 3 നേതാക്കളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയുള്ള ഒരു ഫോർമുല, അല്ലെങ്കിൽ എങ്ങനെ അവർ മറികടക്കും എന്നത്. ഈ 3 നേതാക്കളും ഇത് സംബന്ധിച്ച് ഈ തങ്ങളുടെ മുൻ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതായത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന ഒരു നിലപാടിലാണ് എന്നാണ് അവരോട് അടുപ്പമുള്ളവർ പറയുന്നത്. കെ.സി. വേണുഗോപാലിൻ്റെ വിശ്വസ്തർ പറയുന്നത് പാർലമെന്ററി പാർട്ടിയിൽ ഏതാണ്ട് 3/2 ഭൂരിപക്ഷമുള്ള ഒരു നേതാവിനെ എങ്ങനെ മാറ്റി നിർത്താൻ വേണ്ടി കഴിയുമെന്നതാണ്. അങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ഒരു സ്വാഭാവിക നീതിയുടെ നിഷേധം എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രീജ ചോദിച്ചതുപോലെ തന്നെ ആരെങ്കിലും പിന്മാറുമോ എന്നത് സംബന്ധിച്ച് ചില ദേശീയ ദിനപത്രങ്ങളൊക്കെ കെ.സി. വേണുഗോപാൽ അങ്ങനെ പിന്മാറാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഒരു സൂചനകളൊക്കെ അവരുടെ റിപ്പോർട്ടുകളിൽ നൽകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വാസ്തവമാണ് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും കെ.സി. വേണുഗോപാലിൻ്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ആയിരിക്കുമെന്നാണ് ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലും നമുക്കൊരു ആധികാരികമായി പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം വളരെ വലുതാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ കോൺഗ്രസിൻ്റെയും അച്ചടക്കം ഉറപ്പുവരുത്തേണ്ട ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകൾ അവസാന നിമിഷം ചെയ്യേണ്ടി വന്നേക്കാം. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഈ അനുയായികളൊക്കെ പറയുന്നത് പോലെ തന്നെ അതൊരു സ്വാഭാവിക നീതിയുടെ നിഷേധമായി ഭാവിയിൽ വിലയിരുത്തപ്പെടാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി ഇങ്ങനെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ പിന്നെ എവിടെ വി.ഡി. സതീശനെ പ്ലേസ് ചെയ്യും എന്നതാണ്. വി.ഡി. സതീശൻ ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ വാഗ്ദാനം ചെയ്താലും അദ്ദേഹം അത് ഏറ്റെടുക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയധികം ജനപിന്തുണ അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ തെളിയിക്കുന്നുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് വി.ഡി. സതീശൻ്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവർ നടത്തുന്ന ഈ പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇവയ്ക്കെതിരെ ശക്തമായ ഒരു നിലപാടാണ് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ അതൃപ്തി ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ പ്രതിഫലിച്ചേക്കാം എന്ന ഒരു ആശങ്ക വി.ഡി. ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് സീനിയോറിറ്റിയുടെ പേരിൽ അവസാനം നറുക്ക് വീഴുകയാണെങ്കിൽ വി.ഡി. സതീശനെ എങ്ങനെ പ്ലേസ് ചെയ്യുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉപമുഖ്യമന്ത്രി പദം ഒപ്പം ധനകാര്യമന്ത്രി പദമൊക്കെ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തേക്കാം. പക്ഷേ അങ്ങനെ ഒരു സ്ഥാനം വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഒരു സാധ്യത ഇപ്പോഴത്തെ ഈ കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ ഈ പിന്തുണ, തെരുവിലുള്ള പ്രതിഷേധം, അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ പൂർണ്ണ പിന്തുണ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വി.ഡി. സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വി.ഡി. സതീശന് ഈ അവസരം കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് സംബന്ധിച്ചും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം തൻ്റെ സീനിയോറിറ്റി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. രമേശ് ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് പോകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ പ്രതീക്ഷിക്കാം. പക്ഷേ വി.ഡി. സതീശൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഈ യോഗമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു ഔദ്യോഗിക അറിയിപ്പ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. രാവിലെ 10 മണിക്ക് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഈ യോഗം നടന്നേക്കുമെന്നായിരുന്നു ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നത്. ഏതായാലും ഈ 3 നേതാക്കൾ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഇവരുടെയൊക്കെ നിലപാട് കേട്ടതിന് ശേഷം രാഹുൽ ഗാന്ധി ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പൊതുവെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്.
ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമറമ്പിൽ കൂടി ചേരുന്നുണ്ട്. അമൽ, ഇതിപ്പോ തെരഞ്ഞെടുത്ത ആളുകളെ ഒരു തരത്തിൽ അവരോടുള്ള അവരെ മോശമാക്കലാണ് എന്ന രീതിയിലൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രയും ദിവസം പൊതുജനങ്ങൾ വോട്ട് ചെയ്ത ആളുകളൊക്കെ ക്ഷമിച്ചു. പക്ഷെ ഇന്നലെയൊക്കെ ആയപ്പോഴേക്കും പതുക്കെ പതുക്കെ പ്രതിപക്ഷം കൂടി ഇത് ഏറ്റെടുത്ത് പരിഹാസ രൂപേണ ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അത് പാർട്ടിക്ക് മൊത്തത്തിൽ പ്രശ്നമാണ് എന്നൊരു വികാരം ഇവിടെ സംസ്ഥാന നേതൃത്വത്തിനൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് തിരുവനന്തപുരത്ത് സംസ്ഥാനത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഘടകകക്ഷികൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഒരു കാവൽ മുഖ്യമന്ത്രിയുമായി മുന്നോട്ട് പോവുകയാണ്. എത്ര നാളതങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലേക്ക് ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്തായാലും ഇന്നും നാളെയുമായി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തി. ഏറ്റവും നീണ്ടുപോയാൽ നാളെയെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഡൽഹിയിൽ നിന്നും പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതും നാളെ വിട്ടു പോകില്ല എന്നുള്ളത് തന്നെയാണ്. നാളെ ഒരു പ്രഖ്യാപനമുണ്ടാകും. അതിനുശേഷം 15-ാം തീയതിയെങ്കിലും സത്യപ്രതിജ്ഞ നടത്താനുള്ള തീരുമാനമാണ്, അല്ലെങ്കിൽ അതിനു മുൻപ് ഏതെങ്കിലും ഒരു ദിവസം സത്യപ്രതിജ്ഞ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കെ.സി. വേണുഗോപാലോ വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ ഇതിൽ ആര് എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. എം.എൽ.എമാരുടെ ഒരു പിന്തുണയുടെ കണക്കൊക്കെ എടുത്താൽ സ്വാഭാവികമായും കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രിയായി എത്താം. പക്ഷേ കെ.സി. വേണുഗോപാൽ എത്തിയാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരുവിൽ കണ്ടതുപോലത്തെ പ്രതിഷേധങ്ങൾ വീണ്ടും ആവർത്തിക്കുമോ എന്നൊരു പ്രശ്നം കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ അതുമല്ല, വി.ഡി. സതീശനെ തീരുമാനിക്കാനാണ് എങ്കിൽ കെ.സി. വേണുഗോപാലിനെയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയെയും, കെ.സി. വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനാൽ മറ്റ് പദവികൾക്ക് പ്രസക്തിയില്ല. പക്ഷേ അതിനുമപ്പുറത്ത് അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് എത്തുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കേണ്ടി വരും. അതിന് കെ.സി. തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രമേശ് ചെന്നിത്തലയെയും സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. ഇനി രമേശ് ചെന്നിത്തല എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റ് രണ്ട് ആളുകളെയും സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു സമവായ ഫോർമുല ഡൽഹിയിൽ ഇന്ന് അത് രൂപപ്പെടും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഫോർമുലയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴികെയുള്ള മറ്റേതെങ്കിലും സ്ഥാനം വെച്ചുള്ള ഒരു സമവായ ഫോർമുലയാണെങ്കിൽ അത് വി.ഡി. സതീശൻ അംഗീകരിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. ആകെ ആശയക്കുഴപ്പമാണ് കോൺഗ്രസ് നേതാക്കൾക്കും അണികൾക്കും ഇടയിലുള്ളത്. ഈ ആശയക്കുഴപ്പത്തിൽ ഘടകകക്ഷികൾക്ക് കൃത്യമായി തന്നെയുള്ള അതൃപ്തിയുണ്ട്. ഘടകകക്ഷി നേതാക്കൾ ഈ ഹൈക്കമാൻഡിൽ നിന്ന് വന്ന പ്രതിനിധികളുമായി അജയ് മാക്കനും മുകുൾ വാസനിക്കുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തന്നെ അവർ അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. വേഗത്തിൽ തീരുമാനമുണ്ടാകണം, ഇനിയും നീണ്ടുപോകരുത്. ഇത്രയും ദിവസം നീണ്ടുപോയി ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ നീണ്ടുപോയ ദിവസങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ് പി.ജെ. ജോസഫ് ആ യോഗത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞത്. വേഗത്തിൽ തീരുമാനമുണ്ടാകണം. പി.ജെ. ജോസഫും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും കൃത്യമായി തന്നെ വി.ഡി. സതീശനുള്ള പിന്തുണ അവിടെ അറിയിക്കുകയും ചെയ്തിരുന്നു. മറ്റ് ഘടകകക്ഷികളും വി.ഡി. സതീശൻ്റെ പേര് പറഞ്ഞില്ല എങ്കിൽ കൂടി വി.ഡി. സതീശൻ തന്നെ വേണം എന്നുള്ളൊരു നിലപാടിലാണ് ഘടകകക്ഷികളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഘടകകക്ഷികളുടെ പൂർണ്ണമായ പിന്തുണ വി.ഡിക്കുണ്ട്. എന്നാൽ എം.എൽ.എമാരുടെ എണ്ണത്തിൽ പിന്തുണ വി.ഡിക്കില്ല. എം.എൽ.എമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനുണ്ട്. പക്ഷേ എന്നാൽ ഘടകകക്ഷികളുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനില്ല. ഇത്തരത്തിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ എപ്പോൾ തീരുമാനമുണ്ടാകും എന്നുള്ളത് മാത്രമാണ് കാത്തിരിക്കേണ്ടത്. ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെയായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു ഇതിൻ്റെ സജീവ ചർച്ചകളെല്ലാം നടന്നിരുന്നതെങ്കിൽ കെ.പി.സി.സി ആസ്ഥാനം അതോടൊപ്പം തന്നെ ഈ നേതാക്കന്മാരുടെ വീടുകൾ ഇങ്ങനെ കേന്ദ്രീകരിച്ച് കണ്ടോൺമെൻറ് ഹൗസും അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വീട്, എം.എൽ.എ ഹോസ്റ്റലിലെ സണ്ണി ജോസഫിൻ്റെ മുറി, ഇവിടങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകളൊക്കെ നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ചർച്ചകളെല്ലാം തന്നെ ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയാൻ കെ. മുരളീധരൻ, എം.എം. ഹുസൈൻ, ഈ പറയുന്ന അടൂർ പ്രകാശ്, ഈ 3 നേതാക്കളാണ് തിരുവനന്തപുരത്ത് ഇനിയിപ്പോൾ അവശേഷിക്കുന്നത്. ഇവരുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. ഈ വിഷയത്തിൽ പരസ്യപ്രതികരണം വിലക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പരസ്യപ്രതികരണങ്ങളും പ്രകടനങ്ങളും വിലക്കിക്കൊണ്ട് ഇന്നലെ കെ.പി.സി.സിയുടെ ഒരു സർക്കുലർ പുറത്തിറങ്ങിയിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങനെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും പരസ്യമായ പ്രതികരണങ്ങൾ ഉണ്ടായില്ല. ആകെ പ്രതികരിച്ചത് രമേശ് ചെന്നിത്തല മാത്രമാണ്. പക്ഷേ കടന്നൊന്നും പറയാൻ രമേശ് ചെന്നിത്തല അന്നും തയ്യാറല്ല, ഇന്നും തയ്യാറല്ല. ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്, പോവുകയാണ്, അവിടെ തീരുമാനമുണ്ടാകും എന്നുള്ളത് മാത്രം പറഞ്ഞാണ് രമേശ് ചെന്നിത്തല മടങ്ങിയത്. അങ്ങനെ പരസ്യപ്രതികരണം വിലക്കിയതിനാൽ ഇനിയിപ്പോൾ നേതാക്കന്മാർ ഇന്ന് കൂടുതലായി പ്രതികരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ഇന്നലെ പ്രകടനം വിലക്കിക്കൊണ്ടുള്ള സർക്കുലർ കെ.പി.സി.സിയിൽ നിന്നും പുറത്തിറങ്ങിയ 5 മിനിറ്റ് തികയും മുൻപ് തിരുവനന്തപുരത്ത് പ്രകടനം നടന്നു. സംസ്ഥാനത്തുടനീളം പ്രകടനം നടന്നത് നമ്മൾ കണ്ടതാണ്. കെ.സി. വേണുഗോപാലിൻ്റെ തലസ്ഥാനത്തെ സ്ഥാപിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് തകർത്തതും കണ്ടതാണ്. അത്തരത്തിൽ അതിവൈകാരികമാണ് വി.ഡി. സതീശനൊപ്പമുള്ളവരുടെ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. ഇന്നും അത് തുടരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ശ്രീജ.